നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിടിച്ചതെല്ലാം പുലിവാലാണ്. പറയുന്നത് SFIയുടെ കാര്യമാണ്. നിർമ്മല കോളേജിൽ കയറി ഒരു കലക്ക് കലക്കാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കൈയോടെ തൂക്കിയപ്പോൾ കരഞ്ഞു മിഴുവുകയാണ് ഇപ്പോൾ SFI. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രാർത്ഥനാ സൗകര്യം ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ പ്രതികരിച്ച സിറോ മലബാർ സഭയടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് പ്രധാന വാദം. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെന്നും സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്നും നിർമ്മല കോളേജിന് അധികാരികൾക്കും സംരക്ഷണമൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന സ്വയംഭരണ സ്ഥാപനമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അക്കാദമിക അന്തരീക്ഷം തകിടമറിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്യാമ്പസിൽ നിസ്കാരം നടത്തുന്നതിന് മുറി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും മുദ്രാവാക്യം മുഴക്കി സമരം ചെയ്യുകയുമാണ് ഉണ്ടായത്. നിയമപരമായോ ധാർമ്മികമായോ യാതൊരു സാധുതയുമില്ലാത്ത ഇത്തരമൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് കോളേജ് അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് കേരളത്തിലെ പ്രബലമായ 2 വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റുകൾ നേതൃത്വം നൽകിയെന്ന സാഹചര്യം ആശങ്കയുളവാക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പുറകിലുള്ള ഗൂഢാലോചനയും ലക്ഷ്യങ്ങളും അന്വേഷണ വിധേയമാക്കണം. കൂടുതൽ അനിഷ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി നിർമ്മല കോളേജിനും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. എന്തായാലും നിലവിലിപ്പോൾ തങ്ങൾ അത്തരമൊരു കാര്യത്തിന് പിന്തുണച്ചിട്ടില്ല എന്ന് പറയുകയാണ് SFI. സത്യത്തിൽ കരഞ്ഞു മെഴുകുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തരത്തിലേക്ക് എത്തുകയാണ്. നിർമ്മല കോളേജിലായിരിക്കും ഇന്ന് എങ്കിൽ നാളെ മറ്റു കോളേജിൽ വേണമെന്ന ആവശ്യമായി വന്നു കഴിഞ്ഞാൽ കളി പഠിപ്പിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. കോളേജ് അടച്ചുപൂട്ടിയാലും ഇതിനൊന്നും അനുവദിക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം ഖാസയും അഭിപ്രായപ്പെട്ടിരുന്നു. സംഭവം SFI പേടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രത്യേക മതവിഭാഗത്തിന് ആരാധന നടത്താൻ വേണ്ടി SFI സമരം നടത്തിയെന്ന വ്യാജ പ്രചാരണം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയായ PM ആർഷോ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾ മതേതരമായി നിലനിർത്തുന്നതിന് വേണ്ടി എന്നും മുന്നിൽ നിന്നിട്ടുള്ള സംഘടനയാണ് ഈ SFI. ക്യാമ്പസുകളിൽ ഏതെങ്കിലും പ്രത്യേക മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ പിന്നീടത് മുഴുവൻ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഇടമായി മാറുമെന്നും അത് ക്യാമ്പസുകളുടെ മതേതര ബോധത്തെ ബാധിക്കുമെന്ന നല്ല ബോധ്യമുള്ള സംഘടനയാണ് SFI എന്നാണ് ഇവിടെ പറയുന്നത്. SFI പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി SFI സമരം സംഘടിപ്പിച്ചിട്ടില്ല എന്നും 2 വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തിയെന്നുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഒരു ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധം SFIയുടെ തലയിൽ കെട്ടിവെക്കുന്നത് സംഘപരിവാറും ഖസ കേന്ദ്രങ്ങളുടെ കുബുദ്ധിയുമാണെന്നാണ് പറയുന്നത്. SFI ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ ക്യാമ്പസിൽ പഠിക്കുന്ന സംഘടനയ്ക്ക് നേതൃത്വം ആരും തന്നെ ആ സമരത്തിന്റെ ഭാഗമായിട്ടില്ല എന്നും സംഘപരിവാർ ഖാസ നുണ ഫാക്ടറികളിൽ നിന്ന് പടച്ചുവിടുന്ന നുണ സോഷ്യൽ മീഡിയയിലെ ഇടത് പ്രൊഫൈലുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നത് ഖേദകരമാണെന്നുമാണ് SFI പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞുവെച്ച വിദ്യാർത്ഥികളുടെ നടപടികളെ സിറോ മലബാർ സഭ ആൽമായ ഫോറം ശക്തമായി അപലപിക്കുകയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെയും സുരക്ഷയും ഇത്തരം വേറിട്ട സംഭവങ്ങൾ ബാധിക്കുന്നുണ്ട്. ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ കേരളത്തിൽ വളർന്നുവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമായ ചേരിതിരിവും ധ്രുവീകരണവും സൃഷ്ടിക്കുമെന്നും ബുദ്ധിയുടെയും യുക്തിയുടെയും ബോധത്തിനെയും തന്നെ അതിരുകൾ ലംഘിക്കുന്ന ഈ പ്രവണതകൾ വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്നത് ശരിയാണോ എന്നത് മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിക്കണമെന്നും നമ്മുടെ കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ഇത് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഭയപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണഘടനാ അവകാശത്തെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആധുനിക സമൂഹ നിർമ്മിതിയുടെ എല്ലാ തറക്കല്ലുകളും തൂണുകളും തകർത്തെറിയുക തന്നെ ചെയ്യും എന്നും ഭയപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ വേർതിരിക്കലിന്റെയും ഭിന്നിപ്പിന്റെയും അധാർമികതകളുടെയും വിത്തുകൾ പാകുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ചിലർ ലക്ഷ്യമിടുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതയോടെ കാണണം. കേരളത്തിൽ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതസാഹോദര്യവും സമത്വവും ദുർബലപ്പെടുത്തുന്ന വികലമായ വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ ഇത്തരം മൂവാറ്റുപുഴ ശൈലികളെ ആൽമായ ഫോറം കഠിനമായി തന്നെയാണ് അപലപിച്ചിരിക്കുന്നത്.
PC ജോർജ് അടക്കമുള്ളവരും ഈ ഒരു കാര്യത്തിൽ വ്യക്തമായി തന്നെ ഒരു പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ കലാലയങ്ങളിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള മത തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ഗൂഢശ്രമമാണിതെന്നാണ് PC ജോർജ് ആരോപിച്ചത്. കോളേജിന് സമീപത്ത് 3 മുസ്ലിം പള്ളികൾ ഉള്ളപ്പോൾ കോളേജിനകത്ത് സ്ഥലം ചോദിക്കുന്നത് എന്തിനാണെന്നും ചോദിക്കുന്നു. മുസ്ലിം മതസ്ഥർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളും ഇതേ നിലപാട് ആവർത്തിച്ചാൽ എന്തു ചെയ്യുമെന്നും PC ജോർജ് ആവർത്തിച്ച് ചോദിക്കുകയാണ്. എന്തായാലും കോഴിക്കോട് ഒരു മാനേജ്മെന്റ് സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഗണപതി ഹോമം നടത്തിയിരുന്നു. അന്ന് മാനേജ്മെന്റ് അംഗങ്ങളെ കെട്ടിയിട്ട് ആക്രമിച്ചു. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. കേരളത്തിൽ തന്നെ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുകയാണ്. ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ആണ്. അദ്ദേഹം പറയുന്നത് ഗണപതി ഹോമം മുടക്കിയവരാണ് ഇന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും അടുത്തിടെയാണ് കോഴിക്കോടും കായക്കുടി നെടുമണ്ണൂർ സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായതിന് പിന്നാലെ മാനേജ്മെന്റ് ഗണപതി ഹോമം നടത്തിയത്. തുടർന്ന് DYFI പ്രവർത്തകരാണ് ഹോമം തടസ്സപ്പെടുത്തിയത്. അതേ പ്രവർത്തകർ തന്നെ ഇന്ന് മുന്നിൽ നിൽക്കുന്നു എന്ന കുറ്റപ്പെടുത്തലുണ്ട്. പക്ഷേ കുറ്റപ്പെടുത്തൽ കൂടിക്കൂടി വന്നപ്പോഴാണ് ഇപ്പോൾ SFI തന്നെ പറഞ്ഞു വെക്കുന്നത് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സമരങ്ങൾക്ക് SFI ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ടോ പിന്തുണയോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് മെഴുകുന്നത്.